ഏറ്റവും ബഹുമാനായ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാടിൽ ഞാൻ എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു അന്തരിച്ച ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. കേരളത്തിലെ കോൺഗ്രസിലെ സർവാദരണീയനായ നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൽ എതിരാളികളില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളും സുഹൃത്തുക്കളും ശിഷ്യന്മാരും അനുയായികളുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൽ തർക്കമുണ്ടായാൽ തെന്നലയുടെ തീരുമാനമാണ് അവസാന തീരുമാനം. തർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ആ തർക്കങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ തെന്നല ബാലകൃഷ്ണപിള്ള ചെയർമാനായ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാവരും അംഗീകരിക്കും. ആരും അതൊരിക്കലും ചോദിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസ്സിലെ അവസാന വാക്കായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കേരളത്തിൽ എൻ്റെ അറിവിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ സമുദായ നേതാക്കന്മാരും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന, എല്ലാവർക്കും സ്വീകാര്യനായ, എല്ലാവർക്കും ആദരനായ ഒരു പൊതുപ്രവർത്തനായ സാമൂഹ്യ പ്രവർത്തനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം നടന്നപ്പോൾ അദ്ദേഹം ജന്മനാടായ ശൂരനാട് നടന്ന അനുമോദന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ആ യോഗത്തിൽ കാനൻ രാജേന്ദ്രനും രമേശ് ചെന്നിത്തലയും ഞാനുമെല്ലാം പങ്കെടുത്തിരുന്നു. അന്ന് കണ്ട കാഴ്ച, ശൂരനാടിൻ്റെ പഴയകാല ചരിത്രം എല്ലാവർക്കും അറിയാം. ആ പഴയ ശൂരനാടല്ല, ആ ശൂരനാട്ടിലെ പഴയ വൈരാഗ്യങ്ങളും പിണക്കങ്ങളും ശത്രുതയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത അനുമോദന യോഗത്തിൽ ശൂരനാട്ടെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും മറ്റു പാർട്ടിക്കാരും കർഷക തൊഴിലാളികളും എല്ലാം പങ്കെടുത്തു. അതാണ് തെന്നല ബാലകൃഷ്ണപിള്ള. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും സമാധാനനായ ഒരു നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം നീതിമാനായിരുന്നു. അദ്ദേഹം സ്വന്തം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഒരു തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ തർക്കത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കി ആ തർക്കത്തിന് അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുന്നത് നീതിപൂർവമായിരുന്നു. നീതിമാനായ നേതാവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൽ ഇത്രയേറെ നിസ്വാർത്ഥനായ നേതാക്കന്മാർ എത്രയുണ്ട് ഈ കാലഘട്ടത്തിൽ. സ്വാതന്ത്ര്യ സമരകാലം ധാരാളം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തെന്നലയെ പോലെ നേതാക്കന്മാർ ഉണ്ടോ എന്നെനിക്കറിയില്ല. സമ്പന്നമായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഞാൻ KSU പ്രസിഡൻ്റായിരുന്നപ്പോൾ ശൂരനാട്ടിൻ്റെ തറവാട്ടിൽ പോയിട്ടുണ്ട്. അതിസമ്പന്നമായ കുടുംബം. അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, ഭാര്യയുടെ സമ്പത്ത്, സഹോദരന്മാരുടെ സമ്പത്ത്, അതെല്ലാം അദ്ദേഹം പൊതുപ്രവർത്തനത്തിനിടയിൽ നഷ്ടപ്പെടുത്തി. അവസാന കാലത്ത് അദ്ദേഹത്തിന് ഏതാനും സെൻറ്റ് ഭൂമി മാത്രമാണ് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റായിട്ടാണ് കടന്നു വന്നത്. ഞാൻ KPC പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം ആദ്യം കൊല്ലം DCCയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് ഞാൻ KPC പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ദീർഘനാൾ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അന്ന് KPCC ആഫീസിൻ്റെ ചുമതല മുഴുവൻ അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം എങ്ങനെ തീരുമാനമെടുക്കുന്നത് അന്വേഷിച്ചിട്ടേ ഇല്ല. കാരണം ആർക്കും പരാതി ഉണ്ടാകാതെ KPCC ആഫീസിൻ്റെ പ്രവർത്തനം നടന്നത് തെന്നലയുടെ കാലഘട്ടത്തിൽ മാത്രമാണ്. ഒരു ഗ്രൂപ്പുകാർക്കും പരാതിയില്ല, മുതിർന്നവർക്ക് പരാതിയില്ല, ചെറുപ്പക്കാർക്ക് പരാതിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അഭിപ്രായങ്ങളുണ്ട്. സൗമ്യനാണ്, ശാന്തനാണ്,
പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം യാതൊരു ഡിപ്ലോമസിയും കാണിക്കാതെ വെട്ടി തുറന്ന് അപ്രിയ സത്യങ്ങൾ പറയാൻ തന്നെ യാതൊരു മടിച്ചിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് 1977 ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ നേട്ടത്തിന് ശേഷം കേരളത്തിൽ UDF ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് 2001 ഇലക്ഷനിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായത് 2001 ഇലക്ഷനിലാണ്. ആ ഇലക്ഷനിൽ തെന്നല ബാലകൃഷ്ണനുള്ള KPCC പ്രസിഡൻ്റായി പട്ടം നയിച്ച ആളാണ്. നേരത്തെ ധാരണകളുണ്ടായിരുന്നെങ്കിലും ആ ധാരണ നടപ്പാക്കേണ്ട രീതിയിലല്ല നടപ്പാക്കുക. ഞാൻ മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലിയ ആ ദിവസം തന്നെ കോൺഗ്രസ് ചരിത്രവിധി നേടിയ തെന്നല ബാലകൃഷ്ണനുള്ള പാർട്ടി സദസ്യപ്പെടാൻ ആലോചിച്ചു. ഒരു മറുത്തൊരു വാക്ക് പറയാതെ, അപ്രിയം പറയാതെ പാർട്ടി തീരുമാനം അനുസരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ACC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ രാജിവെച്ച ഇതുപോലെ എത്ര പേരുണ്ടാകും? രാജിവെച്ച ധാരാളം ഉണ്ടാകും. പക്ഷെ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ഒരു അപ്രിയവും പറയാതെ രാജിവെച്ച മഹാനായ നേതാവായിരുന്നു ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അതിനുശേഷമാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത്. KPCC പ്രസിഡന്റ് നിലയിൽ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എല്ലാം സ്വീകാര്യനായിരുന്നു. കോൺഗ്രസ് ഒരു കാലത്ത് ശക്തമായ ഗ്രൂപ്പുണ്ടായിരുന്നു. ബഹുമാനായ ശ്രീ കരുണാകരനും ഞാനും അന്ന് 2 ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരായിരുന്നു. പക്ഷേ പാർട്ടിയുടെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഒരുമിക്കും. കരുണാകരൻ്റെ പ്രസിദ്ധമായൊരു വാക്കുണ്ട്, ആവശ്യം വരുമ്പോൾ കൊല്ലത്തും കൊല്ലത്തിയും ഒന്നാകും. അദ്ദേഹം പറയുന്ന വാക്കുണ്ട്. പക്ഷെ കരുണാകരനും ഞാനും തമ്മിലുള്ള ആ കാലഘട്ടത്തിലെ തർക്കങ്ങൾ പൊട്ടിത്തെറിയിലെത്താതിരിക്കാൻ കാരണം അന്ന് പാലമായി പ്രവർത്തിച്ചത് തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം എന്നും അക്ഷീണമായി നീതിമാനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടി പല ഭൂകമ്പങ്ങളും പൊട്ടിത്തെറികളും ഒഴിവാക്കാൻ സാധിച്ചു. കോൺഗ്രസിൻ്റെ മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം എനിക്കിനി വയ്യ എന്ന് പറയുന്നവർ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ സാമൂഹ്യ രംഗങ്ങളിലും എല്ലാ രംഗങ്ങൾക്കും എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോലെ നേതാക്കന്മാരെ ഇനി കണ്ടെത്തുക എളുപ്പമല്ല. ഇത്രയും നീതിമാനായ, ത്യാഗിയായ, നിസ്വാർത്ഥനായ ആ തെന്നലയെ പോലുള്ള മാതൃകാ നേതാക്കന്മാർ ഇനി കണ്ടെത്തുക പ്രയാസമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, സമുദായ പ്രവർത്തകന്മാർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എക്കാലവും മാതൃകയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ധാരാളം പേർ. ഇങ്ങനെയൊക്കെയാണ് ഈ പതിറ്റാണ്ടുകളുടെ കോൺഗ്രസ് ചരിത്രത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ള കേരളത്തിലെ ഒരു നെടുനായകത്വം വഹിച്ചത് എന്നാണ് ആന്റണിയുടെ വാക്കുകളിൽ തെളിഞ്ഞു വരുന്നത്.